ഓം ശാന്തി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ വണ്ടർഫുള്ളായിട്ടുള്ളൊരു മെസ്സേജ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ജൂൺ 21 വരാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾ, ഒരാഴ്ച പോലും കഴിഞ്ഞ് ജൂൺ 21 നമ്മൾ കാലുകുത്തി. ജൂൺ 21 എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷന് വേണ്ടി ഏറ്റവും വണ്ടർഫുള്ളായിട്ടുള്ള ഡേ ആണ്. വേറൊരു വിധത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, മാനിഫെസ്റ്റേഷൻ്റെ പോർട്ടൽ ഡേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും വണ്ടർഫുള്ളാണ്. അതെന്താ അങ്ങനെയെല്ലാം പറയുന്നത്? ബിക്കോസ് ഈ ജൂൺ 21 പ്രാധാന്യം കൊണ്ടാണല്ലോ ഇൻ്റർനാഷണൽ യോഗ ഡേ നമ്മൾ ജൂൺ 21 വെക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്നത്തെ അവേഴ്സിൻ്റെ, പകലും രാത്രിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആധാരത്തിൽ ആ ദിവസം ഒരു വർഷത്തിലെ ഏറ്റവും നല്ല ശുഭദിനമായിട്ട് കണക്കാക്കുന്നത് തന്നെ. എന്നാൽ ഈ വർഷം 2025 ജൂൺ 21 ഇതിലെല്ലാം വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, 369 എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷന് വേണ്ടതായിട്ടുള്ള മോസ്റ്റ് പവർഫുൾ നമ്പറാണ്. ടെസ്ലയുടെ യൂണിവേഴ്സൽ കോഡ് എന്നറിയപ്പെടുന്ന നമ്പറാണ്. 21-ാം തീയതിയിൽ 2+1 എത്രയാണ്? 3. ജൂൺ മാസം 6, 2025 5ഉം 4ഉം 9. ഓട്ടോമാറ്റിക്കലി അന്നത്തെ ദിവസം എന്തായി മാറിയിരിക്കുകയാണ്? 369. അന്നത്തെ ദിവസം നിങ്ങൾ തുടങ്ങുന്നതായിരിക്കുന്ന മാനിഫെസ്റ്റേഷൻ അന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ പരമാവധി ചെറുതൊക്കെ അന്ന് തന്നെ യൂണിവേഴ്സ് നമുക്ക് തന്നേക്കാം. അതർവൈസ് അന്ന് തുടങ്ങുന്ന നിങ്ങളുടെ ഒരു ഡ്രീമും അസഫലമായി പോവില്ല എന്നുള്ളതാണ് സത്യം. കാരണം പ്രകൃതി അഥവാ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ആ ഒരു ദിവസം, ഈ പ്രപഞ്ചത്തിനൊപ്പം തന്നെ പ്രപഞ്ചത്തിൻ്റെ ഫ്രീക്വൻസി ആൻഡ് നമ്മുടെ ഫ്രീക്വൻസി, പ്രപഞ്ചത്തിൻ്റെ യാത്ര നമ്മുടെ യാത്ര എന്നും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിച്ചാൽ ആ സ്വപ്നങ്ങൾ സാഫല്യമാകുന്നതായിരിക്കുന്ന കാര്യം വളരെ വേഗത്തിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ്റെ മാന്ത്രിക ദിനമാണ് ശരിക്കും പറഞ്ഞാൽ ജൂൺ 21 എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം എന്താ ചെയ്യേണ്ടത്? അതിന് മുന്നൊരു കാര്യം പറയുകയാണേ. നിങ്ങൾക്ക് എന്താണോ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആഗ്രഹം, ഒരുപാട് ആഗ്രഹങ്ങൾ എടുക്കരുത്, ഒരു ആഗ്രഹം എന്തായാലും സമയമുണ്ടല്ലോ, ആ സമയം നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വളരെ വേഗത്തിൽ ഏറ്റവും ആദ്യം നടന്നു കിട്ടേണ്ട സ്വപ്നം, അതിന് നിങ്ങൾ തിരഞ്ഞെടുത്ത് വെക്കണം. അത് കഴിഞ്ഞ ശേഷം അന്ന് രാവിലെ ഉണരുമ്പോൾ ആദ്യം ഉണർന്ന ഉടനെ തലേദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ എഴുതാനുള്ളതായിരിക്കുന്ന ഒരു നോട്ട് ബുക്കും ഒരു പെന്നും, അല്ലെങ്കിൽ ഒരു ഡയറി പെന്ന്, ഒരു ജേണൽ, എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ തയ്യാറാക്കി വെച്ചേക്കണം. രാവിലെ ഉണർന്ന ഉടനെ ഫസ്റ്റ് ഈശ്വരനോട് ഗുഡ് മോർണിംഗും താങ്ക് യുവും പറഞ്ഞ ശേഷം നിങ്ങൾ ആദ്യം 3 തവണ നിങ്ങളുടെ ആ ഡ്രീം എന്താണോ അതിന് പ്രസൻറ്റ് ടെൻസിൽ എഴുതണം. ഉദാഹരണത്തിന് ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ മന്ത്ലി ഇൻകം 5 ലക്ഷം ആകണം. അപ്പോൾ ഞാൻ എഴുതുന്നു, എനിക്ക് ഈ മാസം മുതൽ 5 ലക്ഷം എൻ്റെ മാസം ഇൻകമാണ്, മന്ത്ലി ഇൻകം 5 ലക്ഷമാണ്. എനിക്ക് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് എനിക്ക് ഇത്ര പൈസ എൻ്റെ കയ്യിൽ വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ എനിക്ക് നന്നായി കിട്ടേണ്ടതുണ്ട്, ഞങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം ഇത്ര നല്ലതായിരിക്കുന്നു. ഇങ്ങനെയുള്ളതായിരിക്കുന്ന വാക്കുകളിൽ ആ കാര്യത്തിന് 3 വരിയായിട്ട്, ഇനി ആ സമയത്തിരുന്ന് എന്ത് വരിയാണ് എഴുതേണ്ടതെന്ന് ഓർക്കണ്ട, തലേദിവസം ഈ കാര്യമൊക്കെ ഒരുക്കി വയ്ക്കുക. ഡയറിയും പെന്നും വയ്ക്കുക. എഴുതേണ്ട വാചകത്തിൽ മനസ്സിൽ നന്നായിട്ട് ചിന്തിച്ച് മനനം ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കുക. ആ വാചകത്തിന് ഡ്രീമിനെ നമ്മൾ കൺഫേം ആക്കി വയ്ക്കുക. എന്നിട്ട് 3 തവണ എഴുതുക. എഴുതുമ്പോൾ അത് നേടി എന്നുള്ള സന്തോഷത്തിൽ എഴുതുക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിക്കും 4 മണിക്കും ഇടയിൽ 6 തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. രാവിലെ എഴുതുമ്പോണ്ടായ അതേ എൻത്യൂസിയാസം, അതേ ഉത്സാഹം, അതേ ഉന്മേഷം, അതേ സന്തോഷം, അതേ ഒരു നിറവോട് കൂടിയിട്ട് വിത്ത് ഫീലിങ്സ് 6 വട്ടം ആ കാര്യത്തിന് എഴുതുക. പിന്നെ 9 തവണ രാത്രി ഉറങ്ങാൻ കിടക്കും മുന്നേ അതേ ഡയറിയിൽ തന്നെ വീണ്ടും നിങ്ങൾ എഴുതുക. ഇങ്ങനെ അന്നത്തെ ദിവസം മാത്രമല്ല, അന്നു മുതൽ തുടർച്ചയായിക്കൊണ്ട് വരുന്ന എല്ലാ ദിവസങ്ങളിലും ആ ഡ്രീം നടക്കാൻ വേണ്ടിക്കൊണ്ട് ഒരൊറ്റ ഡ്രീമിന് എടുക്കുകയും അതിന് നിരന്തരമായി നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ വളരെ വേഗത്തിൽ യൂണിവേഴ്സ് എന്നാണോ ഓപ്പൺ ചെയ്തത് അന്ന് തന്നെ എൻട്രി നടത്തിയത് കൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ആ ഡ്രീം സഫലമായി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്തുകൊണ്ടാണ് എന്നും എഴുതണം എന്ന് പറയുന്നതെന്നറിയോ?
ഇത് നമ്മുടെ ബോധ മനസ്സുകൊണ്ട് പല ചിന്തകളും പല കാര്യങ്ങളും വരുമ്പോൾ സബ്-കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് നിരന്തരമായി ഏത് കാര്യമാണോ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ സത്യം എന്ന് പറഞ്ഞത് സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ഈ ഫ്ലൈറ്റ് പറക്കുന്ന സമയത്ത് ഓട്ടോ പൈലറ്റ് എന്ന് പറയും. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഓട്ടോ പൈലറ്റ് മോഡിലാക്കിയാൽ ഫ്ലൈറ്റ് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫും അങ്ങനെയാണ്. ഇതും അതെ, ഓട്ടോ പൈലറ്റിൽ പല കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡാണ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ആദ്യത്തിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ എത്രമാത്രം കെയർഫുൾ ആവേണ്ടി വരാറുണ്ട്. പക്ഷേ റെഗുലറായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കാറുമായിട്ടോ അല്ലെങ്കിൽ ബൈക്കുമായിട്ടോ വരുന്ന സമയത്ത് മുന്നിൽ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും, പോകുന്നുണ്ടായിരിക്കും, വഴി കൃത്യമായി കണ്ട് മുന്നോട്ട് വരുന്നുണ്ടാവും. ഇടത്തോട്ട് തിരിക്കണമെങ്കിൽ ഇടത്തോട്ട്, വലത്തോട്ട് തിരിക്കണമെങ്കിൽ വലത്തോട്ട് തിരിക്കും. പക്ഷേ ചിലപ്പോൾ ചില ചിന്തകളുള്ളിൽ അതിനെ ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എത്തിപ്പോയോ എന്നൊക്കെ വിചാരിക്കും. ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ട് കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്തിയത് അറിഞ്ഞില്ല കേട്ടോ എന്നൊക്കെ പറയാറില്ലേ? എന്തുകൊണ്ട്? സംസാരത്തിൽ മുഴുകിയിട്ടും ഡ്രൈവിംഗ് പെർഫെക്റ്റായി നടന്നു. കാരണം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നമ്മുടെ ഡ്രൈവിംഗ് എന്നൊരു കല വന്നു കഴിഞ്ഞിരിക്കുന്നു. ന്യൂറോൺ പാത്വേ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. തന്നെത്താൻ ഈ ശരീരം അതിന് വേണ്ട ക്ഷമത നേടിയെടുത്തിരിക്കുന്നു. മനസ്സ് മറ്റൊരു കാര്യത്തിലാണെങ്കിൽ പോലും ഒരു ഹാഫ് അറ്റൻഷനിൽ പോലും നിങ്ങൾക്ക് നന്നായി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പലരും ഫോണിൽ മറ്റൊരുക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് കാര്യങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടൊക്കെ വണ്ടി ഓടിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പറയുമ്പോൾ പറയുകയാണേ, സിസ്റ്റർ വീഡിയോയിൽ ഫോണിൽ മെസ്സേജ് അയച്ചിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ട് കാർ ഓടിച്ചോളൂ എന്ന് പറഞ്ഞെന്ന് പറയല്ലേ. അതെല്ലാം തെറ്റാണ്, പണിഷബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, മാറ്റി വെക്കേണ്ടതാണ്. ഏത് സമയത്താണ് നമ്മുടെ ചെറിയൊരു അശ്രദ്ധ അപകടം ഉണ്ടാക്കുക എന്നറിയില്ല. അതുകൊണ്ട് ഡ്രൈവിംഗ് സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മൂഡ് ചേഞ്ച് ആക്കി ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഡ്രൈവിംഗ് കഴിഞ്ഞ് ബാക്കി സമയത്ത് മതി കേട്ടോ. ഈ കാര്യം എൻ്റെ ഒരു റിക്വസ്റ്റാണ്. പക്ഷേ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ബിക്കോസ് ഓട്ടോ പൈലറ്റ് മോഡിൽ തന്നെത്താൻ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. മീൻസ് ഏത് കാര്യം റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ആ കാര്യം തന്നെത്താൻ ഇതിനൊരു പാർട്ടായിട്ട് മാറാറുണ്ട്. ശരീരത്തിൻ്റെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സപ്പോർട്ടോട് കൂടി നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആവുന്നു, ബ്ലഡ് ആവുന്നു, പല രീതിയിലേക്ക് പരിവർത്തനം വരും പോലെ, ക്ലീനിങ് സിസ്റ്റംസ് ഓട്ടോമാറ്റിക് പ്രവർത്തിക്കും പോലെ ശരീരത്തിലെ ജീവിത ശൈലി കൂടി ഓട്ടോ പൈലറ്റ് മോഡിലായിപ്പോയി. രാവിലെ എഴുന്നേൽക്കുന്നു, മെസ്സേജ് നോക്കുന്നു, ഗുഡ് മോർണിംഗ് അയച്ചു, അല്ലെങ്കിൽ ലൈക്ക് അടിച്ചു, ഡിസ്ലൈക്ക് അയച്ചു, കഴിഞ്ഞു, തിരക്കായി, ഓഫീസിൽ പോയി, തിരിച്ചു വന്നു, അവിടെയും തിരക്ക് ഇവിടെയും തിരക്ക്, വന്നു, ക്ഷീണിച്ചു, റിലാക്സേഷൻ, എന്തെങ്കിലും കണ്ടു, ഉറങ്ങി, എഴുന്നേറ്റു, ഇങ്ങനെ പോവും. ഒരു വീക്കെൻഡ് ആകുമ്പോഴേക്കും ഡിസ്ചാർജായി. അത് കാരണം കൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ സന്തോഷിക്കാൻ വേണ്ടി കൊണ്ട് കൂട്ടുകാർക്കൊപ്പം കൂടി അവിടെ പോയി 2 ദിവസം മാത്രം ജീവിച്ചു, അല്ലെങ്കിൽ ഒരു ദിവസം ജീവിച്ചു, ബാക്കിയൊക്കെ ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. ഇതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഓട്ടോ പൈലറ്റ് മോഡിൽ ജീവിതം മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. ഇതിനൊരു ഫുൾ സ്റ്റോപ്പ്, ഒരു പോയിൻ്റ്, ഒരു പോസ് അനിവാര്യമാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിലും കൃത്യമായി സമയത്തെയും സന്ദർഭത്തെയും മനസ്സിനെയും സങ്കല്പങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നമുക്കവിടെ എത്തിച്ചേരാൻ സാധിക്കും. അതിനെന്ത് വേണം? ഒരു ലക്ഷ്യം നിർദ്ധാരിതമാക്കിയേ പറ്റൂ. ആ ലക്ഷ്യത്തിനു വേണ്ടി ദിവസവും കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ഈ രീതിയിൽ നിരന്തരമായി നിങ്ങൾ ആ ലക്ഷ്യത്തിന് വേണ്ടിക്കൊണ്ട് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, എഴുതുക എന്നുള്ളത് നമ്മുടെ ഉപബോധ മനസ്സിന് മെസ്സേജാണ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ മേലെ കൺട്രോളാണ്. മനസ്സ് നിരന്തരമായി എഴുതുന്ന കാര്യങ്ങൾ ഡ്രീം ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. ഇമാജിൻ ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. ജീവിക്കാൻ തുടങ്ങുമ്പോൾ സത്യമായി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജൂൺ 21 മറക്കരുത്. അന്നത്തെ ദിവസം നിങ്ങളുടെ ഡ്രീം തുടങ്ങണം. ഇനി സപ്പോസ് അന്ന് കാണാതെ പിന്നെയാണ് ഈ വീഡിയോ വന്നതെങ്കിലും വിഷമിക്കരുത്. അന്ന് തൊട്ട് തുടങ്ങിക്കോളൂ. എങ്കിലും ചെറിയൊരു ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം 369 എന്നതായിരിക്കുന്ന യൂണിവേഴ്സൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. ഈ ജൂൺ 21 മുന്നേ കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടല്ലോ. എൻ്റെ നല്ല കൂട്ടുകാരെ, കഴിയുന്നത്ര ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെയിലും നിങ്ങളുടെ വീട്ടുകാരുടെയിലും ഇതിനെ ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈ സൗഭാഗ്യം ഉണ്ടാകാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്കിത് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ എന്നോട് ചോദിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാൻ മാക്സിമം ശ്രമിക്കാം. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ഡ്രീം വളരെ വേഗത്തിൽ നിങ്ങളുടെ അടുത്ത് എത്തട്ടെ എന്ന് സങ്കല്പിക്കുന്നു. ഓം ശാന്തി.